ഒരു കാലത്ത് മലയാളത്തിലെയും തമിഴിലെയും തിരക്കേറിയ നായിക നടിയായിരുന്നു അംബിക. തെന്നിന്ത്യയിൽ ഒട്ടാകെയായി നിരവധി സിനിമകൾ ചെയ്ത അംബികയുടെ കരിയറിൽ ഹിറ്റ് സിനിമകൾ നിരവധിയാണ്. 1976 മുതൽ 1989 വരെ തെന്നിന്ത്യൻ സിനിമയിലെ മികച്ച നടിയായിരുന്നു അംബിക. താരത്തിൻ്റെ ഇളയ സഹോദരിയാണ് നടി രാധ. അംബികയും രാധയും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 200-ലധികം ചിത്രങ്ങളിൽ അംബിക അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗം ചിത്രങ്ങളും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ്. കമൽഹാസൻ, രജനീകാന്ത്, വിജയകാന്ത്, സത്യരാജ്, മമ്മൂട്ടി, മോഹൻലാൽ, ശങ്കർ, ND രാമറാവു, കൃഷ്ണം രാജു, രാജ്കുമാർ, അംബരീഷ്, ചിരഞ്ജീവി തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ മുൻനിര താരങ്ങൾക്കൊപ്പമെല്ലാം ജോഡിയായി അഭിനയിക്കാനും അംബികയ്ക്ക് സാധിച്ചു. 61-കാരിയായ അംബിക ബാലതാരമായിട്ടാണ് അഭിനയിച്ചു തുടങ്ങിയത്. പിന്നീട് നായിക നടിയായി രണ്ടാം വരവ് നടത്തുകയായിരുന്നു. അംബിക ഒട്ടനവധി മലയാള സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രാജാവിൻ്റെ മകൻ എന്ന മോഹൻലാൽ ചിത്രത്തിലെ അംബികയുടെ റോൾ മലയാളി മറക്കാനിടയില്ല. 1962-ലാണ് അംബികയുടെ ജനനം. തിരുവനന്തപുരം സ്വദേശിനിയാണ് താരം. താരത്തിൻ്റെ വ്യക്തിജീവിതം ഏറെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നതായിരുന്നു. നായികയായി തെന്നിന്ത്യൻ തിരക്കിൽ നിൽക്കുമ്പോഴാണ് അംബിക വിവാഹിതയായത്. 1988-ൽ പ്രേംകുമാറാണ് അംബികയെ വിവാഹം ചെയ്തത്. ശേഷം അംബിക US-ൽ സ്ഥിരതാമസമാക്കി. ദമ്പതികൾക്ക് 2 ആൺമക്കളുണ്ട്. എന്നാൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1996-ൽ ഇരുവരും വിവാഹമോചിതരായി. വിവാഹമോചനത്തിനു ശേഷം അംബിക വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷം സിനിമകളിൽ ക്യാരക്ടർ റോളുകളാണ് നടിക്ക് ഏറെയും ലഭിച്ചത്. ഇപ്പോൾ താരം സീരിയലുകളിലും അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ഭർത്താവുമായുള്ള വിവാഹമോചനത്തിനു ശേഷം നടൻ രവികാന്തിനെ അംബിക രണ്ടാമതും വിവാഹം കഴിച്ചു. അംബികയുടെ വിക്കിപീഡിയ പേജുകളിൽ പോലും അംബികയുടെ രണ്ടാം ഭർത്താവ് രവികാന്ത് ആണെന്നും ഇരുവരും 2000-ൽ വിവാഹിതരായെന്നും പിന്നീട് 2002-ൽ വേർപിരിഞ്ഞെന്നും പരാമർശിക്കുന്നുണ്ട്. എന്നാൽ സത്യം അതല്ലത്രേ. അംബികയുടെ രണ്ടാം ഭർത്താവെന്ന് പറയപ്പെടുന്ന രവികാന്ത് തന്നെയാണ് ഈ വാർത്ത നിഷേധിച്ച് രംഗത്തെത്തിയത്. അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അംബികയുമായുള്ള ബന്ധത്തെക്കുറിച്ച് രവികാന്ത് വിശദീകരിച്ചത്. ഞാനാണ് അംബികയുടെ ഭർത്താവെന്ന് ഒരു കിംവദന്തിയുണ്ട്. ഞാനും അംബികയും 16ഓളം സിനിമകളിൽ ഭാര്യാഭർത്താക്കന്മാരായി അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസം. അതിനാൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകും. ഒരേ കാറിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ അവർ പറയും ഭാര്യയും ഭർത്താവും വന്നിരിക്കുന്നുവെന്ന്. ഇതാണ് സംഭവിച്ചത്. അംബിക പാവമാണ്. പ്രേംകുമാറിനെ വിവാഹം കഴിച്ച് US-ലായിരുന്നു. സിനിമ ലഭിക്കുമ്പോൾ നാട്ടിൽ വന്ന് അഭിനയിക്കും. ഇതാണ് സത്യം. അതിനാൽ വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയകളിലും വരുന്ന വിവരങ്ങളിൽ വഞ്ചിതരാകരുത്. സത്യത്തിൽ ഞാൻ അംബികയെ വിവാഹം കഴിച്ചിട്ടില്ല. അവളുടെ ഭർത്താവുമല്ലെന്നാണ് രവികാന്ത് പറഞ്ഞത്. ബാലചന്ദർ സംവിധാനം ചെയ്ത മണത്തിൽ തുറൈ വേണ്ടും എന്ന ചിത്രത്തിലൂടെയാണ് രവികാന്ത് തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത സരോജ, ഗോവ, മങ്കാത്ത, ബിരിയാണി, മാനാട് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ രവികാന്ത് അഭിനയിച്ചിട്ടുണ്ട്. കാത്തുവാക്കലെ 2 കാതൽ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. രവികാന്ത് നിരവധി സീരിയലുകളിലും അഭിനയിച്ചിരുന്നു.